വിശുദ്ധ ഖുർആൻ വിവരണം അധ്യായം 26 123 മുതൽ 130 വരെയുള്ള സൂക്തങ്ങൾ. ആദ് വംശം പ്രവാചകന്മാരെ നിഷേധിച്ചു. അവരുടെ സഹോദരൻ ഹൂദ് അവരെ ഉത്ബോധിപ്പിച്ചു, നിങ്ങൾ ദൈവത്തെ സൂക്ഷിച്ച് ജീവിക്കുന്നില്ലേ? ഞാൻ നിങ്ങൾക്കായി നിയോഗിതനായ ദൈവത്തിൻ്റെ ദൂതനാണ്. നിങ്ങൾ ആ ദൈവത്തെ സൂക്ഷിക്കുകയും എന്നെ അനുസരിക്കുകയും ചെയ്യുക. എൻ്റെ ഈ ദൗത്യത്തിൻ്റെ പേരിൽ ഞാൻ നിങ്ങളോട് യാതൊരു പ്രതിഫലവും ആവശ്യപ്പെടുന്നില്ല. എനിക്കുള്ള പ്രതിഫലം ലോകരക്ഷിതാവിൻ്റെ ഉത്തരവാദിത്തത്തിലാണുള്ളത്. ഉയർന്ന സ്ഥലങ്ങളിലൊക്കെ നിങ്ങൾ സ്മാരക സൗധങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്, ഗംഭീരമായ കൊട്ടാരങ്ങളും പണിതുകൊണ്ടിരിക്കുന്നുണ്ട്. നിങ്ങൾ പാവങ്ങളെ നിഷ്ഠൂരമായി പീഡിപ്പിക്കുകയും ചെയ്യുന്നു. നൂഹ് എന്ന പ്രവാചകൻ്റെ ജനതയ്ക്ക് ശേഷം പിന്നീട് വന്ന ഒരു വിഭാഗമാണ് ആദ് ഗോത്രം. ഇറം എന്ന പേരിലും ഇവർ അറിയപ്പെടുന്നുണ്ട്. ഇന്ത്യയിലേക്ക് കുടിയേറി പാർത്ത ആര്യന്മാർ ഇറമിൻ്റെ പിൻഗാമികളാണെന്നാണ് ചരിത്രത്തിൽ പറയപ്പെടുന്നത്. അറേബ്യയുടെ തെക്ക് റുബുൽ ഖാലി എന്ന പേരിൽ അറിയപ്പെടുന്ന പ്രവിശാലമായ മരുഭൂമിയുടെ തെക്ക് ഭാഗത്തുള്ള അഹ്കാഫ് എന്ന പ്രദേശത്താണ് ഈ ആദ് വംശം താമസിച്ചിരുന്നത്. ഇവരെക്കുറിച്ച് ഖുർആനിൽ വിവിധ അധ്യായങ്ങളിൽ വളരെ വിശദമായിട്ട് പറയപ്പെടുന്നുണ്ട്. ഇവർ സാമ്പത്തികമായും അതുപോലെ തന്നെ ശാരീരികമായും ബുദ്ധിപരമായും ഒക്കെ വളരെ ഉയർന്ന നിലയിലായിരുന്നു. അക്കാലത്തെ വൻശക്തി രാഷ്ട്രമെന്നൊക്കെ വിശേഷിപ്പിക്കാൻ പറ്റുന്ന രീതിയിലായിരുന്നു അവരുടെ ജീവിതം. അതുകൊണ്ട് തന്നെ അവർ ദൈവത്തെയും അതുപോലെ ദൈവദൂതന്മാരെയും ഒക്കെ നിഷേധിക്കുകയും അവരെ ധിക്കരിക്കുകയും ചെയ്തു. അക്രമവും അനീതിയും അധാർമികതയും നിറഞ്ഞ ഒരു ജീവിതമായിരുന്നു അവരുടേത്. ആഡംബരത്തിലും ആർഭാടത്തിലും മുങ്ങിക്കുളിച്ച ഒരു ജീവിതം. നാട് മുഴുവനും വലിയ വലിയ കൊട്ടാരങ്ങളും രമ്യഹർമ്മ്യങ്ങളൊക്കെ പടുത്തുയർത്തിക്കൊണ്ടേയിരുന്നു. പാവപ്പെട്ടവരെയും അതുപോലെ തൊഴിലാളികളെയൊക്കെ ഒരു ക്രൂരമായി മർദ്ദിക്കുകയും പീഡിപ്പിക്കുകയും അടിമകളോടെന്ന പോലെ അവരെ കൊണ്ട് പണിയെടുപ്പിക്കുകയും ചെയ്തിരുന്നു. ആ ജനത്തിലേക്ക് നിയോഗിക്കപ്പെട്ട ദൈവദൂതനായിരുന്നു ഹൂദ്. ഈ ജനവിഭാഗത്തെ സംസ്കരിച്ച് ദൈവവിശ്വാസികളാക്കി മാറ്റുകയും അവരെ സൽക്കർമ്മികളാക്കി പരിവർത്തിപ്പിക്കുകയും ചെയ്യുക എന്നതായിരുന്നു ആ പ്രവാചകൻ്റെ ഡ്യൂട്ടി. അദ്ദേഹം അവരുടെ അക്രമത്തിനും അനീതിക്കും ആർഭാട ജീവിതത്തിനും എതിരിൽ ശബ്ദമുയർത്തുകയും അവരുടെ ജീവിതം നന്നാക്കി തീർക്കാൻ അങ്ങേയറ്റം പരിശ്രമിക്കുകയും ചെയ്തു. ഞാൻ പറയുന്നത് നിങ്ങൾ കേൾക്കുക, എന്നെ നിങ്ങൾ അനുസരിക്കുക എന്നവരോട് പറഞ്ഞപ്പോൾ അവരതിനെ ധിക്കരിച്ചു, ആ പ്രവാചകനെ നിഷേധിച്ചു. ഞാൻ പറയുന്നതനുസരിക്കുന്നില്ലെങ്കിൽ, ദൈവത്തിൽ നിങ്ങൾ വിശ്വസിക്കുന്നില്ലെങ്കിൽ ദൈവത്തിൻ്റെ കോപം നിങ്ങളിൽ ആപതിക്കും, നിങ്ങൾ ശിക്ഷിക്കപ്പെടുകയും ചെയ്യും എന്നവർക്ക് അദ്ദേഹം മുന്നറിയിപ്പ് നൽകി. പക്ഷേ അതൊന്നും ശ്രദ്ധിക്കാൻ കൂട്ടാക്കിയില്ല. ഇവിടെ നാം പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, പ്രവാചകന്മാർ വരുന്നത് ഒരു ജനതയെ സംസ്കരിക്കുവാനും അവരെ ഏറ്റവും നല്ല മാനുഷിക മൂല്യങ്ങളുള്ള സൽസ്വഭാവികളും സൽക്കർമ്മികളുമാക്കി മാറ്റുവാൻ വേണ്ടിയാണ്. കേവലം ദൈവവിശ്വാസികളാക്കി മാറ്റാൻ വേണ്ടി അല്ല. അതിനാൽ തന്നെ അവർക്ക് സമൂഹത്തിൽ നടമാടുന്ന സകല ദുഷ്പ്രവണതകൾക്കുമെതിരിൽ ശബ്ദമുയർത്തേണ്ടി വരും. അന്ത്യപ്രവാചകൻ തിരുമേനിയും ഈ കർത്തവ്യം ഭംഗിയായി നിർവഹിച്ചിട്ടുണ്ട്. ആദ്യ സമുദായത്തിൻ്റെ വിവരങ്ങൾ തുടർന്നുള്ള സൂക്തങ്ങളിൽ വിവരിക്കുന്നുണ്ട്.